അതെ, ഞാനാണെങ്കിൽ എയർപോർട്ട് വരെ പോവാണ് കേട്ടോ. അതായത് ചേച്ചിയുടെ മക്കൾ വരുന്നുണ്ട്, എൻ്റെ കിച്ചപ്പനും എലിസപ്പനും വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചേച്ചി അവിടുന്ന് പോകുന്നുണ്ട്, ചേച്ചി സൂറിലാണ്. ചേച്ചി അവിടുന്ന് നേരത്തെ പോന്നു. അവിടുന്ന് ഒരു 2.5 മണിക്കൂറുണ്ട് ഇവിടം വരെ എത്താനായിട്ട്. അപ്പോൾ അവളിവിടെ വന്നിട്ട് ഞാനും മറിയാമ്മയും ചേച്ചിയുടെ കൂട്ടത്തിൽ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എവിടെ പോവാ? അച്ചാച്ചനും കുഞ്ഞേച്ചനും കൊണ്ട് എയർപോർട്ടിൽ പോവാണോ? പോവാനോ? മറിയത്തിന് ചുമയാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ താഴെ എത്തിപ്പിക്കും ചേച്ചി വന്നായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ മറിയം കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് മറിയത്തിന് ഒത്തിരി സന്തോഷമായി കേട്ടോ ചേച്ചീനെ കണ്ടപ്പോഴേക്കും. അവൾക്ക് ചേച്ചിമാരെയൊക്കെ കാണുന്ന ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡായി. പക്ഷേ എങ്കിൽ പിള്ളേരെ പുറത്തേക്ക് വരാനായിട്ട് ലേറ്റായി. കാരണം അവരുടെ ലഗേജൊക്കെ വൈകിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നോക്കി നോക്കി നിന്ന് മടുത്തു മറിയും. കുറേ നേരമായി പുള്ളിക്കാരി പറയുന്നു ഇതല്ല അതാണ്, അതായത് ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരാണെങ്കിൽ പുറത്തേക്ക് വന്നു കേട്ടോ. അവർ വന്നപ്പോഴേക്കും 4 മണി 4:30 എത്തുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. പുറത്തിറങ്ങിയപ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിള്ളേർ പുറത്തിറങ്ങിയപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. അവളെ കണ്ടപ്പോഴേക്കും പിള്ളേർക്ക് സന്തോഷമായി, മറിയത്തിന് സന്തോഷമായി. എളിച്ചുവാണെങ്കിൽ ഓടി വന്ന് മറിയത്തിന് എടുക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോയി മറിയം. അച്ചാച്ചനെ കണ്ടപ്പോഴും ഒത്തിരി സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധികം നേരം പിന്നെ അവിടെയാണെങ്കിലും നിന്നില്ല കേട്ടോ. വേഗം തന്നെ പോരാം, കാരണം അവർക്ക് സൂറ് വരെ പോകണ്ടല്ലേ. ഒരു 2-2.25 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ വേഗം തന്നെ പോന്നു കേട്ടോ. ഒരു ചായ കുടിച്ചിട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നു. പോയി ചായ കുടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്നായിരുന്നു, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് റോട്ടിൽ വെച്ചിട്ട് തന്നെ പൊട്ടിച്ച് ഞാൻ എടുത്തു കേട്ടോ. കാരണം ഇനി വീട്ടിലോട്ടൊന്നും വരാൻ അവർക്ക് സമയമില്ലയെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഉടനെ തന്നെ ഞാൻ നാട്ടിൽ പോരാം. അതുകൊണ്ടേ